ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തു ആണ് ഏകരക്ഷിതാവ് എന്നുള്ള ശീർഷകത്തിൽ കഴിഞ്ഞ 3 എപ്പിസോഡുകളായിട്ട് ദൈവവചനത്തിൽ നിന്നും 3 വേദഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ആ വിഷയം ഞാൻ സമർത്ഥിക്കുകയുണ്ടായി. ഇന്ന് 4ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നിരിക്കുന്നു. ഒരു വേദഭാഗം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 16, 17, 18 വാക്യങ്ങൾ ഞാൻ ഇപ്പോൾ വായിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16, 17, 18. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. 17-ാം വാക്യത്തിൽ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്രേ. അതിൻ്റെ 18-ാം വാക്യത്തിൽ അവനിൽ വിശ്വസിക്കുന്നതിന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായകയാൽ ന്യായവിധി വന്ന് കഴിഞ്ഞു. ക്രിസ്തീയ ലോകത്തിൽ ഏറ്റവും ജനപ്രിയം അറിയപ്പെടുന്നതായിരിക്കുന്ന വേണമെങ്കിൽ ബൈബിൾ എന്ന് പറയത്തക്ക രീതിയിൽ ഉള്ള ഒരു വേദഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവം മാനവജാതിയുടെ പാപത്തിന് പരിഹാരം എപ്രകാരമാണ് കാണുന്നത്. മനുഷ്യവർഗം പാപിയായി ജീവിക്കുമ്പോൾ ദൈവത്തിൽ നിന്നും അകന്നുപോയതായിരിക്കുന്ന മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ വേണ്ടി കണ്ടതായിരിക്കുന്ന മാർഗം എന്താണ്, എങ്ങനെ ഒരുവനെ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ നിത്യജീവനെ അവകാശമാക്കാൻ കഴിയും എന്ന് ഉള്ള വസ്തുതയാണ് ഈ 3 വേദഭാഗങ്ങളായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ 16-ാം വാക്യത്തിൽ പറയുന്നത് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും എന്ന് പറയും, വലിയവനായിരിക്കുന്ന ദൈവത്തിൻ്റെ ഏകജാതനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോവുകയില്ല എന്ന് പറഞ്ഞാൽ, ഇന്ന് നീ നാശത്തിലേക്ക് നാം പൊയ്ക്കൊണ്ടിരിക്കുന്ന മാനവജാതിയോട് ദൈവത്തിന് പറയുവാൻ തക്കുള്ളത്, എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, ഞാൻ ഒരിക്കലും നിങ്ങൾ നശിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളോടുള്ളതായിരിക്കുന്ന വലിയ ആ സ്നേഹമുഖാന്തരം ഞാൻ എൻ്റെ പുത്രനെ ഞാൻ അയക്കുകയാണ്. എന്തിനു വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ, നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ലോകം എന്ന് പറയുമ്പോൾ മാനവജാതി, മനുഷ്യവർഗത്തെ ദൈവം അത്യധികമായി സ്നേഹിച്ചു. എങ്ങനെ സ്നേഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാം ഏൽക്കേണ്ടതായിരിക്കും ശിക്ഷ ദൈവം തന്നെ തൻ്റെ മേലേറ്റു. അതായത് ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് പ്രായശ്ചിത്ത യാഗമായി തീർന്ന് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം നമുക്ക് ലഭിക്കുകയുണ്ടായി. അതിൻ്റെ 17-ാം വാക്യത്തിൽ വായിക്കുന്നത്, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. വലിയവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് തെറ്റ് ചെയ്തവരെ വിധിക്കുവാനല്ല, തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുവാനല്ല, എന്നാൽ തെറ്റ് ചെയ്ത് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മാനവജാതിയെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം കണ്ട ഏക ഉപാധി അതായിരുന്നു, തൻ്റെ ഓമന മകനെ ഈ ലോകത്തിലേക്ക് അയക്കുക എന്നുള്ളത്. അതിൻ്റെ 18-ാം വാക്യത്തിൽ എന്താണ് കാണുന്നത്, അതിന് നാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 18-ാം വാക്യത്തിൽ അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓരോരുത്തർക്കും ഒരു ദിവസം ആ ന്യായവിധിക്ക് നമ്മൾ അർഹരാണ്. എന്നാൽ വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. പ്രിയരെ, ഇതാണ് വലിയവനായിരിക്കുന്ന ദൈവം മാനവജാതിയെ രക്ഷിക്കുവാൻ വേണ്ടി ചെയ്തിരിക്കുന്നതായിരിക്കുന്ന ആ വലിയ ഉപാധി എന്നുള്ളത്. അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിക്കുക. 16-ാം വാക്യം ഞാൻ ഒരു പ്രാവശ്യം കൂടി വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ ഒരു വലിയ സ്നേഹമാണ് നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. 17-ാം 18-ാം വാക്യങ്ങളിൽ യേശു ലോകത്തിലേക്ക് വന്നത് മറ്റുള്ളവരെ രക്ഷിക്കാനല്ല എന്ന് പറയുന്നു. നാം ചിന്തിച്ചുവല്ലോ, നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ യേശുവിൻ്റെ മാത്രമേ കഴിയുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ ഒരു മാറ്റം വരുത്തുവാൻ തക്കണം കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. മനുഷ്യൻ ആരും നശിച്ചു പോകുവാൻ നമ്മുടെ വലിയവനായിരിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്നില്ല. നിത്യജീവൻ ലഭിക്കാനായി തൻ്റെ ഓമന മകനെ
കൂടുതലായി ദൈവം എന്നെയും നിന്നെയും സ്നേഹിച്ചു. തൻ്റെ ഓമന മകനെ കാൽവരി ക്രൂശിൽ വിട്ടുകൊണ്ട് എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ആ സ്നേഹത്തിന് മുൻപിൽ വലിയവനായിരിക്കുന്ന ദൈവം ഒന്നേ ആഗ്രഹിക്കുന്നുള്ളൂ, നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് ആ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക. പ്രിയരെ, ഒരു നയ പൈസ പോലും മുടക്കേണ്ട. നീ ഇരിക്കുന്ന സ്ഥാനത്ത് ഇരുന്നുകൊണ്ട്, നീ കിടക്കുന്ന സ്ഥാനത്ത് കിടന്നുകൊണ്ട്, നീ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് നീ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടാണ് ഇരിക്കുകയാണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് നിനക്ക് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുകയും ആ വലിയ ശിക്ഷാവധിയിൽ നിന്ന്, ആ നശിച്ചു പോകുന്നതായിരിക്കുന്ന ആ പാതയിൽ നിന്ന് നിനക്ക് വിടുതൽ ലഭിക്കുകയും ചെയ്യും എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം, പിതാവായ ദൈവത്തിൻ്റെ ഏകജാതനായിരിക്കുന്ന ആ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക. അതെ, ഇപ്രകാരം പറയുക: ഞാനൊരു പാപിയാണെന്നും പാപിയായ എന്നോട് ക്ഷമിക്കണമെന്നും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അതേ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നിനക്ക് ഈ പാപത്തിൽ നിന്നുള്ളതായ വിടുതൽ നിനക്ക് ലഭിക്കുന്നു, ശിക്ഷയിൽ നിന്നുള്ളതായിരിക്കുന്ന വിടുതൽ നിനക്ക് ലഭിക്കുന്നു. അർത്ഥാത് നശിച്ചു പോകുന്ന അവസ്ഥയിൽ നിന്ന് നാശത്തിൻ്റെ പാതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നിന്നെ വിളിച്ച് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ തക്കോണം ദൈവം ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ഇന്നും ദൈവം നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സുപ്രസാദകാലം, ഇപ്പോൾ രക്ഷാ ദിവസം, ഇതുതന്നെ സമയം. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ആ കാൽവരി ക്രൂശിൽ നിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ മരിച്ചത് എന്നുള്ളതായിരിക്കുന്ന വിഷയം വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ സമീപത്തേക്ക് കടന്നു വരിക. പാപത്തെ ഏറ്റുപറയുക. അവൻ നിൻ്റെ സകല പാപങ്ങളും, രഹസ്യഭാവവും പരസ്യഭാവവും സകലവും ക്ഷമിപ്പാൻ തക്കണം അവൻ നമ്മുടെ മുൻഭാഗമുണ്ട്. അവൻ ആ കാൽവരി ക്രൂശിലേക്ക് നോക്കുക. അവിടെ നിന്ന് ആ കാണുന്ന കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നോക്കിക്കൊണ്ട് നീ നിൻ്റെ പാപങ്ങളെ ഏറ്റുപറയുക. ദൈവം ഈ ചെറിയ സന്ദേശത്തിൽ കൂടി ദൈവം ഏവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.